ഷംസുൽ ഉലമയുടെ ലോകം എന്ന ശീർഷകം കൊടുത്തുകൊണ്ടുള്ള ഈ സെമിനാറിന്റെ മുന്നോടിയായി നിശ്ചിത സമയത്ത് തന്നെ പതാക ഉയർത്തൽ നടക്കുകയും തുടർന്ന് ഷെയ്ഖുനയുടെ മഖ്ബറ സിയാറത്തും കഴിഞ്ഞ് സെമിനാറിന്റെ സെഷനിലേക്ക് നാം കടന്നിരിക്കുകയാണ്. ഇന്ന് കാണുന്ന ആത്മീയമായ മുന്നേറ്റത്തിന്റെ നിദാനമായ സമസ്ത എന്ന മഹാപ്രസ്ഥാനത്തിന്റെ സംഘടനാ മുന്നേറ്റത്തിലെ മുഖ്യമായ പങ്ക് വഹിക്കപ്പെട്ട മഹാനായ ഷെയ്ഖുന ഷംസുൽ ഉലമ വഫാത്തായിട്ട് 30 വർഷം പൂർത്തിയായിരിക്കുകയാണ്. ഇന്ന് കാണുന്ന നമ്മുടെ നാട്ടിലെ മതകീയമായ എല്ലാ മുന്നേറ്റത്തിന്റെയും സംരംഭങ്ങളുടെയും പിന്നിൽ പ്രധാനപൂർവമുള്ള ഒരു സ്ഥാനം അലങ്കരിക്കുന്ന ഷെയ്ഖുന ഷംസുൽ ഉലമ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ തനതായ ഇസ്ലാമിക രൂപം മലയാളക്കടക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും അതടിസ്ഥാനത്തിൽ സമ്പൂർണമായ ഒരു ഇസ്ലാമിക സമാജത്തെ നമ്മുടെ മലയാളത്തിന്റെ മണ്ണിൽ സാധ്യമാക്കുകയും ചെയ്തു എന്നതാണ് ഷെയ്ഖുനയുടെ 4 പതിറ്റാണ്ടു കാലഘട്ടത്തിലെ സമസ്തയുടെ നേതൃത്വത്തെ വിലയിരുത്തുമ്പോൾ കൃത്യമായി നമുക്ക് ബോധ്യമാകുന്നു. ഷംസുൽ ഉലമ ഇടപെടാത്ത ഒരു മേഖലയുമില്ല. ഷംസുൽ ഉലമ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മലയാളി മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷംസുൽ ഉലമ എല്ലാമായിരുന്നു എന്നതാണ് അതിനൊറ്റ വാക്കിലുള്ള ഉത്തരം. ഷംസുൽ ഉലമയുടെ ജീവിതം, ആ 4 പതിറ്റാണ്ടിലെ സമസ്തയുടെ നേതൃരംഗത്തുള്ള ആ ജീവിതം സമകാലികമായ വിഷയങ്ങൾ ഉൾപ്പെടെ ഒരു സമസ്തയുടെ പ്രവർത്തകൻ, ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകൻ എவ்விதമാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് കൃത്യമായി തന്റെ ജീവിതം കൊണ്ട് കാണിച്ചു തന്നു നമ്മിൽ നിന്ന് വിടവാങ്ങിയ ഷെയ്ഖുന ഷംസുൽ ഉലമ ഏതൊരു മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദീനിന്റെ കാഴ്ചപ്പാടെന്ത്, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നിലപാടെന്ത്, സമസ്ത എവിടെ നിൽക്കുന്നു എന്ന് കൃത്യമായി വരും തലമുറക്കുൾപ്പെടെ എങ്ങനെയാവണം നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണമെന്ന് കൃത്യമായി വരച്ചു കാണിച്ചു ബോധ്യപ്പെടുത്തിയിട്ടാണ് ഷെയ്ഖുന നമ്മിൽ നിന്ന് വിട പറഞ്ഞു. ബിദ്അത്തിനോടുള്ള നിലപാട് എന്താവണം, മതേതര സമൂഹത്തിൽ എങ്ങനെയാവണം നമ്മൾ, എന്താണ് സമസ്ത, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത് എന്ന യഥാർത്ഥ ദീനിന്റെ രൂപം എന്ത്, എല്ലാം കൃത്യമായി. അത് അന്നത്തെ കാലഘട്ടത്തിലുള്ള ആളല്ല. ഏത് പ്രതിസന്ധിയുടെ ഘട്ടം നമ്മൾ അഭിമുഖീകരിക്കുമ്പോഴും ഇനി വരും കാലങ്ങളിൽ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും ആ കാലഘട്ടത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് നമ്മൾ പ്രതിസന്ധി നേരിടുമ്പോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ, അതുമല്ലെങ്കിൽ നമ്മൾ അന്നത്തെ സാഹചര്യത്തിൽ എന്ത് നിലപാടെടുക്കണം എന്നതിനെ കുറിച്ചുകൊണ്ട് ചിന്തിക്കുമ്പോ, ആലോചന നടത്തുമ്പോ, അതിന്റെ മുശാവറ നടക്കുമ്പോ അവിടേക്ക് കൂടി സാധ്യമാകുന്ന വിധത്തിൽ കൃത്യമായി വരച്ചു കാണിച്ചു തന്നിട്ടുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഇന്ത്യ മഹാരാജ്യത്തെ പൊതു സമൂഹവുമായുള്ള എങ്ങനെ സംവദിക്കണം, എവിധമാകണം മതേതര രാജ്യമായി ഇന്ത്യയിൽ നമ്മൾ ജീവിക്കേണ്ടത്,
രാജ്യത്തിന്റെ വ്യവസ്ഥിതിയും നിയമവുമായി നമ്മൾ എങ്ങനെ സംവദിക്കണം, എങ്ങനെ താദാത്മ്യം പ്രാപിക്കണം, എങ്ങനെ നമുക്ക് യോജിക്കാൻ കഴിയും. ശൈഖുന വളരെ വ്യക്തമായി ആ ജീവിതം കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നമ്മൾ എടുക്കേണ്ട നിലപാട് എന്തായിരിക്കണമെന്ന് നമുക്ക് ആശങ്കക്കിടയില്ലാത്ത വിധം അതെങ്ങനെ കാണിച്ചു തന്നു. ഞാൻ ഓർത്തു പോകുന്നു, ശൈഖുനാ ശംസുൽ ഉലമ ഒരു തവണ നമ്മുടെ ഫ്രാൻസിസ് റോഡിലെ സമസ്തയുടെ ആസ്ഥാനത്തേക്ക് വന്നത്, കാറിൽ വന്നത് ഞാൻ ഓർത്തു പോവുകയാണ്. 1992 ഡിസംബർ 6 ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്നതിന്റെ തൊട്ട് മുമ്പത്തെ വർഷം അദ്വാനിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ രഥയാത്ര നടന്നിരുന്നു. LK അഡ്വാനിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയെ ഇളക്കി മറിച്ചുകൊണ്ട് ഭീതിപ്പെടുത്തിക്കൊണ്ട് നടന്ന ആ അഡ്വാനിയുടെ രഥയാത്ര ഞാൻ ഓർക്കുകയാണ്. ബാബരി മസ്ജിദ് തകർക്കപ്പെടുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്ന സന്ദർഭം 4.5 നൂറ്റാണ്ട് കാലം അള്ളാഹുവിന് സുജൂദ് ചെയ്ത പവിത്രമായ ബാബരി മസ്ജിദ് എന്ന് പറയുന്ന പാരമ്പര്യത്തിലെ ആ പള്ളിയുടെ 3 താഴികക്കുടങ്ങളും സംഘപരിവാറിന്റെ ആളുകൾ അടിച്ച് ഇടിച്ച് നിരപ്പാക്കപ്പെടുന്നതിന്റെ ആ സംഭവം രൂപപ്പെട്ടു വരുന്ന സന്ദർഭം. ആ രഥയാത്രയോടനുബന്ധിച്ചുകൊണ്ട് പ്രക്ഷുബ്ധമായ അന്തരീക്ഷം നിലനിൽക്കുന്ന സമയത്താണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഒരു ബാബരി മസ്ജിദ് വിമോചന റാലി നടത്തി. ആ റാലിയുടെ കൺവീനർ ഈ വിനീതനായി. മുതലക്കുളം മൈതാനിയിൽ വെച്ചുകൊണ്ട് നടന്ന ആ റാലി സംസ്ഥാന SKSF രൂപപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തിന് അകമാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. മെയ് 4 എന്നാ ഞാൻ ഓർക്കുന്നത്. ആ റാലി നടക്കുന്നതിന് മുന്നോടിയായിക്കൊണ്ട് ഒരാഴ്ച മുമ്പാണ് അത് പ്രഖ്യാപിക്കപ്പെട്ടത്. സംസ്ഥാന കമ്മിറ്റി കൂടിയിട്ടാണ് പ്രഖ്യാപിക്കുന്നത് ഇങ്ങനെ ഒരു റാലി നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. ആദ്യമേ SKSF-ന്റെ ഏത് പ്രവർത്തനത്തിന്റെയും ആദ്യത്തെ അനുമതി വാങ്ങാറുള്ളത് ശൈഖുനാ ശംസുൽ ഉലമയായിരുന്നു. എന്ത് കാര്യങ്ങളും, അത് ചെറുതും വലുതും ചെറുതുമായ എല്ലാ കാര്യങ്ങളിലെയും അവസാനത്തെ വാക്കും ആദ്യത്തെ വാക്കും ശൈഖുനാ ശംസുൽ ഉലമയാണ്. സ്വാഭാവികമായി സമ്മേളനം ബാബരി മസ്ജിദ് വിമോചന റാലി നടക്കുന്നതിന് മുന്നേ ശൈഖുനെ സമീപിച്ചു, ഇങ്ങനെ അനുമതി ചോദിച്ചു. പരിപാടി നടത്താനുള്ള അനുമതി നൽകി. അങ്ങനെ പരിപാടി പ്രഖ്യാപിക്കപ്പെട്ടു. ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. മുതലക്കുളം മൈതാനിയിലാണ് സമ്മേളനം നടക്കുന്നത്. സംഘടന രൂപപ്പെട്ട് വരുന്നേ ഉള്ളൂ. ആ സന്ദർഭത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത്. അതിന്റെ ഒരുക്കങ്ങൾ നടക്കുന്നു. അന്നത്തെ SKSF-ന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് ഫ്രാൻസിസ് റോഡിലാണ്. ഫ്രാൻസിസ് റോഡിലെ ഇന്നുള്ള പള്ളിയുള്ള സ്ഥലത്ത് ഒരു കൊച്ചു ഓടിട്ട വീടുണ്ടായിരുന്നു. 2 മുറികളുള്ള കൊച്ചു ഓടിട്ട വീട്. ഇന്നത്തെ പള്ളി ഉള്ളിടത്ത്. അങ്ങനെയാണ് ഒരു ഞായറാഴ്ച ശൈഖുനാ ശംസുൽ ഉലമ ബുക്ക് ഡിപ്പോക്ക് അവധിയുള്ള ദിവസം അംബാസഡർ കാറിൽ, വെള്ള അംബാസഡർ കാറിൽ ഓഫീസിലേക്ക് വരുന്ന ഒരവസരമുണ്ടാകും. ഞായറാഴ്ചയാണ്, ഓഫീസ് അവധിയാണ്. ശൈഖുനയുടെ കാറ് വന്നു. SKSF-ന്റെ അന്നത്തെ ഓഫീസ് പ്രവർത്തിക്കുന്ന പഴയ വീട് ഉള്ള ആ റൂമിന്റെ മുമ്പിൽ നിർത്തിയിട്ട് ശൈഖുന ആരാണ് SKSF-കാരുള്ളത് എന്ന് ചോദിച്ചു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 1-2 പ്രവർത്തകന്മാർ ഓടി ശൈഖുനയുടെ കാറിനടുത്തേക്ക് ചോദിച്ചു. ശൈഖുന കാറിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഞങ്ങളും കൂടെ ശൈഖുനയുടെ മുമ്പിൽ നിലത്തിരുന്നു. ആ സോഫയിലാണ് ശൈഖുന ഇരിക്കുന്നത്. ചോദിച്ചു നടക്കാൻ പോകുന്ന പരിപാടിയെക്കുറിച്ച്, ബാബരി മസ്ജിദ് വിമോചന റാലിയെ കുറിച്ചുകൊണ്ട് വിശദമായി ചോദിച്ചു. എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ, എന്തൊക്കെ ഒരുക്കങ്ങളാണ് നിങ്ങൾ ചെയ്തത്?
എല്ലാം വിശദമായി ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ശൈഖുന പറഞ്ഞു, ഈ പരിപാടി നിങ്ങളാരും വിചാരിക്കുന്നത് പോലെയല്ല, ഒരു ചെറിയ പരിപാടിയല്ല അവിടെ നടക്കാൻ പോകുന്നത്. കോഴിക്കോട് ഏറ്റവും വലിയൊരു പരിപാടിയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയില്ലേ ഈ സമയത്ത് ഒരു പ്രത്യേകത, ബാബിരി മസ്ജിദ് വിഷയം പ്രക്ഷുബ്ധമായി നിൽക്കുന്ന ഒരു സന്ദർഭം. പള്ളി പൊളിക്കപ്പെടുന്നതിന്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ആണ് ഈ സംഭവം നടക്കുന്നത്. നമ്മുടെ നാട്ടിൽ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായാൽ, ഒരു പ്രശ്നമുണ്ടായാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്ട്, ഭവിഷ്യത്തുകളെ കുറിച്ച് കൂടെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രയാസങ്ങളെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ആലോചിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ഭവ്യതയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. നടക്കാൻ പോകുന്ന പരിപാടിയെ കുറിച്ചുകൊണ്ട്, അതിന്റെ ഒരുക്കങ്ങളെ കുറിച്ചുകൊണ്ടൊക്കെ വിശദമായി പറഞ്ഞു. ശൈഖുന പറഞ്ഞു, നിങ്ങൾ കണക്ക് കൂട്ടിയ ആളല്ല ആ പരിപാടിക്ക് ഉണ്ടാവുക. വലിയൊരു ജനാവലി ആ സമ്മേളനത്തിനെത്തും. അങ്ങനെ ഒരു വലിയ ജനാവലി ആ സമ്മേളനത്തിന് വന്നാൽ സയ്യിദ് മുഹമ്മദ് ജിഫരി മുത്തുക്കോയ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് വരികയാണ്. അല്ലാഹു തആല മഹാനവറുകൾക്ക് ദീർഘായുസ്സും ആഫിയത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. രജിസ്റ്റർ ചെയ്ത ആളുകൾ എത്രയും പെട്ടെന്ന് സദസ്സിലേക്ക് കടന്നിരിക്കണം. രജിസ്റ്റർ ചെയ്ത ആളുകൾ എത്രയും പെട്ടെന്ന് സദസ്സിലേക്ക് കടന്നിരിക്കണം. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ആ പറഞ്ഞ കാര്യം മാത്രം ഒന്ന് പൂർത്തിയായിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പൊ ശംസുൽ ഉലമ അന്ന് പറഞ്ഞു, ഒരു വലിയ പരിപാടിയാണ് നടക്കാൻ പോകുന്നത്, അതിനുവേണ്ട ഒരുക്കങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായി ചോദിച്ചു. എന്നിട്ട് ശൈഖുന അന്ന് പറഞ്ഞ് ഞാൻ ഓർക്കുക, ആ പരിപാടി നടക്കുന്ന മുതലക്കുളം മൈതാനിയിലാണ്. മുതലക്കുളം മൈതാനിയോട് ചേർന്നുകൊണ്ട് ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രം ആ സമ്മേളനം നടക്കുന്ന നഗരിയോട് ചേർന്നിട്ടാണുള്ളത്. ഈ വിഷയം നിങ്ങൾക്കറിയാമല്ലോ, ബാബരി മസ്ജിദിന്റെ പ്രശ്നമാണ്, വിക്ഷുബ്ധമായ ഒരു വിഷയമാണ്. ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേരും. അങ്ങനെ വരുന്ന സമയത്ത് ആരെങ്കിലും ഒരു കല്ലെടുത്തെറിഞ്ഞാൽ, എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അതുണ്ടാക്കാൻ പോകുന്ന പ്രയാസത്തിന്റെ, അതുണ്ടാക്കാൻ പോകുന്ന നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഭവിഷ്യത്തിനെ കുറിച്ചുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. ശൈഖുന അന്ന് പറഞ്ഞു, ആ മുതലക്കുളം മൈതാനിയിൽ അതിനാവശ്യമായ വളണ്ടിയർമാരെ സന്നദ്ധരാക്കണം. പൂർണ്ണമായും വളണ്ടിയർമാരുടെ നേതൃത്വത്തിലാകണം ആ പരിപാടി നടക്കുന്നത്. ആരെങ്കിലും ഒരു പ്രശ്നമുണ്ടാക്കിയാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ട് സമുദായത്തിനാണ്, സമൂഹത്തിനാണ്. എന്നിട്ട് പറഞ്ഞു, ആ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് വളണ്ടിയർമാരെ നിർത്തണം. ആ ക്ഷേത്രത്തിന്റെ ഭാഗത്ത് വളണ്ടിയർമാരെ നിർത്തി സമ്മേളനം കഴിയുന്നത് വരെ അവരെ അവിടെ ഉണ്ടാകണം. ഒരു പ്രവർത്തകനെ പോലും ആ ഭാഗത്തേക്ക് പോകാൻ അവസരം ഉണ്ടാകരുത്. A to Z എങ്ങനെയാവണം ആ സമ്മേളനം എന്ന് കൃത്യമായി ബോധ്യപ്പെടുത്തി. എന്നിട്ട് ശൈഖുന തിരിച്ചു പോവുകയാണ്. സമ്മേളനം ഉദ്ഘാടനം ചെയ്തത് ശൈഖുനയായിരുന്നു. ആ മഹാസമ്മേളനം, ആ പരിപാടി സംഘടിപ്പിക്കപ്പെട്ട സമയത്ത് അത്ര വലിയൊരു പരിപാടിയാണ് എന്ന അർത്ഥത്തിലല്ല SKSSF ആ പരിപാടി സംഘടിപ്പിച്ചത്. കാരണം സംഘടന രൂപപ്പെട്ടിട്ടേ ഉള്ളൂ. 1959 SKSSF രൂപീകരിക്കപ്പെടുന്നത്. അതിന്റെ ശാഖാതലങ്ങളിലെ പ്രവർത്തനങ്ങളും എല്ലാം രൂപപ്പെട്ടു വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് വലിയൊരു ജനാവലിയൊന്നും SKSSFന്റെ ആ സമ്മേളനത്തിന് ഉണ്ടാകില്ല എന്നായിരുന്നു സംഘാടകരായ ഇതിന്റെ പ്രവർത്തകരുടെ ധാരണ. എന്നാ ശൈഖുന ദിവസങ്ങൾക്ക് മുമ്പ് വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഉണ്ടാവുക, വലിയൊരു സമ്മേളനമായിരിക്കും. പറഞ്ഞതുപോലെ തന്നെ, ശൈഖുന പറഞ്ഞതുപോലെ തന്നെ ഒരു വലിയ ജനാവലി കോഴിക്കോട് മുതലക്കുളം മൈതാനിയും പരിസരവും മുഴുവനും നിറഞ്ഞ് ബ്ലോക്കായിരിക്കുന്ന വിധത്തിൽ
വലിയൊരു പരിപാടിയായിരുന്നു ആ സമ്മേളന പരിപാടി. ഷെയ്ഖുന വന്നു, അതിന്റെ ഉദ്ഘാടന കർമ്മം ഷെയ്ഖുനയായിരുന്നു നടത്തിയത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഷെയ്ഖുന ഒരു ക്ലാസ് പോലെ പറഞ്ഞ ഞാൻ ഇന്ന് ഓർക്കുക. ഇന്ന 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 വിധത്തിലാകണം, ഒരപകടം ഉണ്ടാകാൻ പാടില്ല നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ സമുദായത്തിൽ. അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഭാവിയിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കൃത്യമായി ഇന്ന വിധമാകണമെന്ന് കൃത്യമായി നമ്മളോട് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞത്, മതേതര സമൂഹത്തിൽ നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഒരു മുസൽമാൻ എങ്ങനെയാകണം, ഒരു വിശ്വാസി എങ്ങനെയാകണം, അതുപോലും കൃത്യമായി ഷെയ്ഖുന വരച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. നമുക്ക് ഏത് പ്രതിസന്ധി വരട്ടെ, എന്തു പ്രതിബന്ധം വരട്ടെ, ഷെയ്ഖുന എന്താണോ അക്കാര്യത്തിൽ അതുപോലെയുള്ള കാര്യങ്ങളിൽ എടുത്ത നിലപാട് എന്നതിനെ കുറിച്ചുകൊണ്ട് കൃത്യമായി നമ്മളൊന്ന് പരിശോധിച്ചുകൊണ്ട് ഷെയ്ഖുന എടുത്ത നിലപാടിനെ, ആ നിലപാടിനോട് ചേർന്ന് നിന്നുകൊണ്ട് വിഷയങ്ങളെ, പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിയുക എന്നതാണ് നമുക്ക് മാതൃകയായിട്ടുള്ളത്. അത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ നിലപാട് എന്താകണം, ബിദ്അത്തിനോടുള്ള നിലപാട് എന്താകണം, ഷെയ്ഖുന കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. 80-20 സുന്നത്ത് ജമാഅത്ത് അല്ല ഷെയ്ഖുന പഠിപ്പിച്ചു തന്നത്. 80-20 സുന്നത്ത് ജമാഅത്ത് അല്ല ഷെയ്ഖുന പഠിപ്പിച്ചു തന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ കാര്യത്തിൽ എന്തായിരിക്കണം എന്ന് വരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഞാൻ ചുരുക്കുക പറഞ്ഞു വന്നത്, നമ്മുടെ മാതൃക ഷെയ്ഖുന, നമ്മുടെ വേണ്ട ഊർജം കിട്ടുന്നത് ഈ കേന്ദ്രത്തിൽ നിന്നുകൊണ്ടാണ്. ഏത് പ്രതിസന്ധിയെ അതാരി കൊണ്ടുവന്നാൽ, ഏത് പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് ഈ കേന്ദ്രം മാത്രം മതി. നമ്മുടെ സംഘടനാപരമായി, നമ്മുടെ വ്യക്തിപരമായ ഒരു വിഷയമുണ്ടാകുമ്പോ അവിടെ ചെന്നിട്ട് ആ കാൽക്കൽ നിന്നുകൊണ്ട് ഒന്ന് പറഞ്ഞാൽ, സങ്കടം പറഞ്ഞാൽ 100 അനുഭവങ്ങളാണ് നൂറുകണക്കിന് ആളുകൾക്ക് അത് സാധ്യമായിട്ടും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒട്ടും ഭയപ്പെടേണ്ട, മുന്നോട്ട് പോവുക. നമ്മൾ സുന്നത്ത് ജമാഅത്തിനെ സ്നേഹിക്കുന്നത്, സമത്വയെ സ്നേഹിക്കുന്നത്, ആദരണീയരായ സയ്യിദുൽ ഉലമ ഷെയ്ഖുനയുടെ ഏറ്റവും പ്രിയപ്പെട്ട സയ്യിദുൽ ഉലമ നേതൃത്വം നൽകുന്ന ഈ സമത്ത അതിനോടൊപ്പം ചേർന്ന് നിൽക്കുക. അത് സമസ്തയെ സഹായിക്കാനല്ല, നമുക്ക് രക്ഷപ്പെടാൻ അതാണ് മാർഗം. നമ്മുടെ സഹായമൊന്നും സമസ്തക്ക് ആവശ്യം ഉണ്ടാവില്ല. കാരണം ഇത് മഹാന്മാരായ ഔലിയാക്കൾ സ്ഥാപിച്ച് അവരാൽ നടത്തപ്പെടുന്ന ഒരു സംവിധാനമാണ്. നമുക്ക് രക്ഷപ്പെടണോ എങ്കിൽ ഇതിനോടൊപ്പം നിൽക്കുക. നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഇതിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ സമ്മേളനം ഇൻഷാ അല്ലാഹ് നടക്കാൻ പോവുകയാണ്. 100ാം വാർഷികം അനുബന്ധമായി സയ്യിദുൽ ഉലമയുടെ നേതൃത്വത്തിൽ വലിയൊരു ജാഥ കന്യാകുമാരിയിൽ നിന്ന് തുടങ്ങി മംഗലാപുരത്ത് സമാപിക്കുന്ന വിധത്തിലുള്ള വലിയ ഒരു 8-10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു വലിയ ജാഥ നടക്കാൻ പോകുന്നു. മുന്നോടിയായിക്കൊണ്ട് സമ്മേളനം വലിയൊരു ചരിത്ര സംഭവമാക്കാൻ പോകുന്നു. അതോടനുബന്ധിച്ചുകൊണ്ട് നമ്മുടെ തഹിയ ഉൾപ്പെടെയുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഇത് വരാൻ നടന്നുകൊണ്ടിരിക്കുന്നു. സമസ്തയുടെ സംഘടനാ പ്രവർത്തനം ചടുലമാണ്, സജീവമാണ്, ശക്തമായ ഒരു മുന്നോട്ടുള്ള പ്രയാണമാണ്. അല്ലാഹു തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ചുരുക്കുന്നു, നമ്മുടെ ഈ പരിപാടി സംഘടിപ്പിക്കപ്പെട്ടത് ഷെയ്ഖുനയെ കുറിച്ചുകൊണ്ട് വ്യത്യസ്തമായ ഷെയ്ഖുനയുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ വിഷയത്തിലും ഷെയ്ഖുന നിലപാടെന്ത് എന്നതിനെ കുറിച്ചുകൊണ്ട് കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുത്തി തരാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു പ്രോഗ്രാമോട് കൂടിയാണ് ഈ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടത്. വ്യത്യസ്തമായ 7 വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നു. 7 വിഷയമല്ല, ഷെയ്ഖുനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. ഇന്ന് 10 മണിക്ക് തുടങ്ങി ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിക്കുന്ന വിധത്തിൽ 7 പ്രഗത്ഭരായ പണ്ഡിതന്മാർ അണിനിരക്കുന്ന വിഷയാവതരണമാണ് ഈ സെമിനാറിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഷെയ്ഖുന സയ്യിദുൽ ഉലമയുടെ ഉദ്ഘാടന ഭാഷണം കൃത്യമായി നമുക്ക് എല്ലാ വിഷയങ്ങളിലും ഓരോ വിഷയം അങ്ങനെ തന്നെയാണ് തയ്യാറാക്കപ്പെട്ടത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മൾ ഇത് ഷെയ്ഖുനയുടെ ഈ ജീവിത സന്ദേശം, ഷെയ്ഖുനയുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സന്ദേശം സമൂഹത്തിനിടയിലേക്ക് കൂടുതൽ പകർന്ന് പുതിയ തലമുറകൾ, ഷെയ്ഖുനെ കണ്ട തലമുറകൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോ അവരൊക്കെ കടന്നു പോകുന്നതിന് മുമ്പ് വരും തലമുറക്ക് ഷെയ്ഖുനെ ആരായിരുന്നു എന്ന് കൃത്യമായി തുടർന്നുള്ള കാലങ്ങളിൽ ബോധ്യപ്പെടുത്താൻ പറ്റുന്ന വിധത്തിൽ വലിയൊരു സംവിധാനത്തിന്റെ ഭാഗമായി കൊണ്ടാണ് ഈ സെമിനാർ നമ്മൾ ഇവിടെ സംഘടിപ്പിച്ചത്. ഷെയ്ഖ് ശംസുൽ ഉലമയുടെ ലോകം എന്നാണ് ഈ സെമിനാറിന് പേരിട്ടിട്ടുള്ളത്. എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ച
ചെയ്യപ്പെടും. ഞാൻ ദീർഘിപ്പിക്കുന്നതിന് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് വലിയൊരു ജനാവലി ഈ പരിപാടിയിൽ പങ്കെടുക്കുകയാണ്. നമ്മൾ തീരുമാനിച്ചിട്ട് കേവലം 2 ആഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. പെട്ടെന്നാണ് സംഘടിപ്പിച്ചത്. റബീഉൽ ആഖിർ കഴിഞ്ഞു നിൽക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഷെയ്ഖുന വഫാത്തായ മാസം കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ ഷെയ്ഖുനായുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഈ സെമിനാറിന് വേണ്ടി വളരെ പെട്ടെന്നാണ് ഒരുക്കങ്ങളൊക്കെ നടത്തി. അൽഹംദുലില്ലാഹ് നമ്മുടെ കേരളത്തിനകത്തും പുറത്തും നിന്നുമായി നിരവധി പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവിധ ഒരുക്കങ്ങളും നമ്മൾ ഇവിടെ നടത്തിയിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നമ്മുടെ എല്ലാമായ ബഹുമാന്യരായ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അവർകളാണ്. മഹാനായ തങ്ങളവർക്ക് അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും ദീർഘകാലം നമ്മുടെ പ്രസ്ഥാനത്ത് നയിക്കാനുള്ള തൗഫീഖും പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആദരണീയരായ സയ്യിദ് അവർകളെ ഈ വേദിയിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യാണ്. ഈ മഹത്തായ വേദിയിലെ അധ്യക്ഷത വഹിക്കുന്നത് ഈ സെമിനാറിന്റെ സംഘാടക സമിതി ചെയർമാൻ കോഴിക്കോട് കാളിയും സുന്നി യുവജന സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റുമായ സെക്രട്ടറിയുമായ ബഹുമാന്യനായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുലൈലി അവർകളാണ്. തങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം സദസ്സിൽ എത്തിച്ചേരും. മഹാനവർകൾ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇതോടൊപ്പം ഈ സെമിനാറിന്റെ ഭാഗമായിക്കൊണ്ട്, കാരണം സമ്മേളനത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് ഈ സെമിനാർ സംഘടിപ്പിക്കപ്പെട്ടത്. ഇതിന്റെ ഭാഗമായിക്കൊണ്ട് നമ്മുടെ ബഹുമാന്യനായ സമസ്ത ജമിയത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിന് ഒരു അവാർഡ് ഈ വേദിയിൽ വെച്ചുകൊണ്ട് കൊടുക്കുകയാണ്. പാണ്ഡിത്യ രംഗത്തും സംഘാടക രംഗത്തുമൊക്കെ മികവ് തെളിച്ച ആളുകൾക്ക് ഈ വർഷം മുതൽ 3 കൊല്ലത്തിൽ ഒരിക്കൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു അവാർഡ്, അത് ദേശീയ അവാർഡാണ്. കേരളം മാത്രമല്ല, ദേശീയ തലത്തിലുള്ള ഒരു അവാർഡ് 3 വർഷത്തിൽ ഒരിക്കൽ എന്ന തോതിൽ കൊടുക്കാൻ വേണ്ടി ഇതിന്റെ സെമിനാറിന്റെ സംഘാടക സമിതി ചേർന്ന് തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ ആദ്യത്തെ അവാർഡ് ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ആദരണീയരായ ഷെയ്ഖുൽ ജാമിയ ആലിക്കുട്ടി ഉസ്താദ് അവർകൾക്കാണ്. ബഹുമാന്യനായ കോഴിക്കോട് കാളി, അതുപോലെ തന്നെ ഉമർ ഫൈസി മുക്കം, അതുപോലെ തന്നെ AV ഉസ്താദ്, ഇവർ 3 പേരുമുള്ള ഒരു ജൂറി കമ്മിറ്റിയാണ് അവാർഡ് ജേതാവിനെ തെരഞ്ഞെടുത്ത് അടുത്ത വർഷം 3 കൊല്ലം കൂടുമ്പോൾ ഈ അവാർഡ് നമ്മൾ കൊടുക്കും. അതിലൊന്നാമത്തെ അവാർഡ് ഏറ്റുവാങ്ങുന്നത് ബഹുമാന്യനായ ആലിക്കുട്ടി ഉസ്താദാണ്. ആരോഗ്യപരമായ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് ആലിക്കുട്ടി ഉസ്താദിന് ഇന്ന് എത്തിച്ചേരാൻ കഴിയില്ല. ആലിക്കുട്ടി ഉസ്താദിന്റെ അനിയനും മകനും ഒക്കെ ഇവിടെ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇൻഷാ അല്ലാഹ് പറ്റുമെങ്കിൽ നാളെ ഇവിടെ നിന്നുകൂടി അവാർഡ് സയ്യിദുൽ ഉലമയിൽ നിന്നുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ടവർ വാങ്ങി ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദ് നാളെ രാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് ചെന്നുകൊണ്ട് ഇതിന്റെ പ്രവർത്തകർ കൊടുക്കാമെന്നാണ്, ഏൽപ്പിച്ചു കൊടുക്കാമെന്നാണ് ഉദ്ദേശിക്കപ്പെടുന്നത്. ആ ചടങ്ങ് ഇവിടെ ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കും. പിന്നെ അതോടൊപ്പം തന്നെ നമ്മുടെ CP ഇക്ബാലിന് കുവൈത്ത് ഇസ്ലാമിക് സെന്റർ ഒരു അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതും ഈ വേദിയിൽ വെച്ചുകൊണ്ട് നൽകും. അതോടൊപ്പം ഷെയ്ഖുന ആലിക്കുട്ടി ഉസ്താദിന്റെ പ്രശസ്തി പത്രം, നമ്മൾ 1,01 രൂപയാണ് അവാർഡ് നൽകുന്ന സംഖ്യ. അതുകൊണ്ട് മൊമെന്റോ ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഒരു പിന്നെ പ്രശസ്തി പത്രമുണ്ട്. അത് ബഹുമാന്യനായ കോഴിക്കോട് കാളി നാസർ ഹയ്യി തങ്ങളാണ് അതിവിടെ നൽകുന്നത്. ബഹുമാനപ്പെട്ട തങ്ങളവർകൾ ഏതാനും നിമിഷങ്ങൾക്കും എത്തിച്ചേരും. ബഹുമാനപ്പെട്ട തങ്ങളവർകളെയും ഈ വേദിയിലേക്ക് ഞാൻ സാദരം സ്വാഗതം ചെയ്യാണ്. അതോടൊപ്പം ഈ വേദിയിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്ന സംസ്ഥാന സെക്രട്ടറി കൂടിയായ ബഹുമാന്യനായ ഉമർ ഫൈസി മുക്കം ഉസ്താദ് അവർകളാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ വിഷയം അവതരിപ്പിക്കപ്പെടുന്നത് 7 വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. 1, ശംസുൽ ഉലമ പണ്ഡിത ലോകത്തെ അതുല്യ പ്രതിഭ. ആ വിഷയങ്ങളെ കുറിച്ചുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നത് ബഹുമാന്യനായ മൂസക്കട്ടി ഹസ്രത്ത് ഉസ്താദ് അവർകളാണ്. ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകളെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ശംസുൽ ഉലമ ആരവങ്ങളില്ലാത്ത ആത്മീയത, അതിവിടെ അവതരിപ്പിക്കപ്പെടുന്നത് സയ്യിദ് ഫഖറുദ്ദീൻ തങ്ങൾ ബഹ്റൈൻ പ്രമുഖ പണ്ഡിതനാണ്. തങ്ങൾ അവർകളാണ് ആ വിഷയം ഇവിടെ അവതരിപ്പിക്കുക. അതോടൊപ്പം തന്നെ ശംസുൽ ഉലമ അധ്യാപനം സ്ഥാപനങ്ങൾ, ഈ വിഷയം സംസാരിക്കുന്നത് AV അബ്ദുറഹ്മാൻ മുസ്ലിയാർ നന്ദി അവർകളാണ്. ശംസുൽ ഉലമ ബിദ്അത്തിലെ നിലപാട് എന്നതിനെ കുറിച്ചുകൊണ്ട് സംസാരിക്കുന്നത് കേന്ദ്ര മുശാവറ മെമ്പർ കൂടിയായ വാക്കോട് മൊയ്തീൻകുട്ടി ഫൈസി ഉസ്താദ് അവർകളാണ്. അതുപോലെ തന്നെ ശംസുൽ ഉലമ 100 തികഞ്ഞ സമസ്ത, ആ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവാണ്. ശംസുൽ ഉലമ ജനനം, ജീവിതം, കുടുംബം, ആ വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് സാലിം ഫൈസി കൊളത്തൂരാണ്. ശംസുൽ ഉലമ ബഹുസ്വര സമൂഹത്തിലെ സമുദായം എന്ന വിഷയം ഇവിടെ അവതരിപ്പിക്കുന്നത് ബഹുമാനപ്പെട്ട ഷുഐബുൽ ഐത്തമി അവർകളാണ്. തുടർന്ന് പ്രമുഖരായ മറ്റ് ധാരാളം പണ്ഡിതന്മാർ നമ്മുടെ വേദിയിലുണ്ട്. ഞാൻ എല്ലാവരെയും പേര് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് അതിലേക്ക് നീങ്ങുന്നില്ല. എല്ലാവരെയും ഒറ്റ വാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ എത്തിച്ചേർന്ന എല്ലാ സഹോദരങ്ങളെയും ഈ വേദിയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഇൻഷാ അല്ലാഹ് സമയബന്ധിതമായി കൊണ്ടാണ് നമ്മുടെ ഓരോ കാര്യങ്ങളും നീങ്ങുന്നത്. നമ്മൾ 10:30 മണിക്ക് ബഹുമാനപ്പെട്ട കോഴിക്കോട് കാളി നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരുന്നു.
തങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. സമയബന്ധിതമായിക്കൊണ്ടാണ് നമ്മുടെ സംസാരങ്ങളും വിഷയാവതരണങ്ങളും ഒക്കെ നടക്കുന്നത്. അപ്പൊ എല്ലാവരെയും 5 മണി വരെ ഇവിടെ പരിപാടി ഉണ്ടാകും. എല്ലാവരും അത് പങ്കെടുക്കണം. നമുക്ക് ഭക്ഷണമൊക്കെ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. എല്ലാ സൗകര്യവും പരമാവധി നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതിനുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.